السلام عليكم ورحمة الله. أهلا بكم ومرحبا أعزائي الطلبة. نحن اليوم في درس جديد، وعنوان هذا الدرس قضاء وقت الفراغ. How to spend the free time. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു മുഖദ്ദിമ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നും അതിൻ്റെ ഒരു ആമുഖമായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലോ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ഏതെങ്കിലും ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് تسألون وتفضلوا بالسؤال. إن كان لديكم أي سؤال أو استفسار بما يتعلق بدروس سابقة ممكن تسألوني إن شاء الله سأرد عليكم بالجواب. هل قرأتم هذا الدرس؟ يعني هذه المقدمة هل قرأتم بعدما فرغنا من الدرس السابق؟ هل قرأتم؟ نعم. نعم. من منكم قرأ هذه الفكرة؟ من منكم؟ أريد أن أعرف من منكم قرأ هذه الفكرة الذي درسنا في الدرس السابق واليوم السابق. واحد فقط. من الذي قال نعم؟ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ പ്രീ റിക്വസിറ്റ്സ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയ ആരെങ്കിലും ഉണ്ടോന്നാ ചോദിക്കും. ഞങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല, ആരുമില്ല. ആരുമില്ല. യെസ് സാർ, വായിച്ചിട്ടുണ്ട്. ജലീസ അല്ലേ? ജലീസ മറിയം. سنتي بارك الله فيك. ومن الآخر؟ هل هناك أحد آخر؟ ليس أحد غير جليسة؟ لا، هذه ليست جيدة. إن شاء الله أتمنى وأريد منكم أن تقرأوا كل درس بعد الفراغ من كل درس إن شاء الله فيما بعد، يعني في الأيام المقبلة، في الأيام القادمة عليكم أن تقرأوا كل درس بعدما فرغنا من أداء الدرس إن شاء الله. هل أنتم مستعدون؟ Are you ready to read every chapter؟ على الأقل في موضوع واحد. Yes sir. Okay. 2 essay ഉണ്ട്. ഇനി ആരെങ്കിലും എസ് പറയുന്നത് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? തയ്യാറാണ് സർ. ഓക്കെ. 3 ആള്. നമ്മൾ ലേലം വിളിക്കുന്ന പോലെ ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കി. 3 ആള് മാത്രമേ പഠിക്കാൻ റെഡിയുള്ളൂ. ആകെ 6 പേരാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിന് 3 പേരെ വായിക്കും എന്ന് പറയാം. പഠിക്കാൻ തയ്യാറാണ് സാർ, വായിക്കുന്നുണ്ട്, അടുത്ത് വായിച്ചു നോക്കും. അപ്പൊ എന്നാ ധൈര്യമായിട്ട് പറഞ്ഞോ യെസ്. യെസ് സാർ. ഓക്കെ. അപ്പൊ അങ്ങനെ വായിച്ചാലേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് MA ക്ക് വരുന്ന സമയത്തും ഇതേ അവസ്ഥയായിരിക്കും. നമ്മളെ ഒരാൾ ക്ലാസ് എടുത്തിരുന്നത് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഒരു 6 സെം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ MA ക്ക് സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ MA അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കോഴ്സ് എന്താണ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് സോ. നബ്ദ. അപ്പോൾ ഖലാഉ വഖ്തിൽ ഫറാഗ് അതാണ് ഖിറാഅത്ത്.
ഖലാഉ വഖ്തിൽ ഫറാഗ്. എന്താണ് അതിന്റെ മീനിങ് പറഞ്ഞത്? ഖലാഉ വഖ്തിൽ ഫറാഗ്. വഖ്തുൽ ഫറാഗ് എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം ഇങ്ങനെ ചിലവഴിക്കാം. ഓക്കെ. لكل الناس وقت للعمل ووقت للراحة فالتلاميذ يذهبون إلى مدارسهم في سعادة كل يوم يقرؤون الكتب ويكتبون الدروس ويعملون التجارب في المعمل وعندما يعودون إلى بيوتهم يجتهدون في أداء الواجب وسيستذكرون ويستعدون لليوم التالي وهكذا فهم يقضون أيام الدراسة في تعب مستمر. لكل الناس وقت للعمل ووقت للراحة. لكل الناس എന്താണ് കുല്ല് എന്ന് പറയാ? ലിക്കുല്ലിന്നാസ്. നിങ്ങൾ ട്രൈ ചെയ്യും. ഐ വിൽ കറക്റ്റ്. എല്ലാ ജനങ്ങൾക്കും. ലിക്കുല്ലിന്നാസി വഖ്തുൽ ലിൽ അമൽ. എല്ലാ ജനങ്ങൾക്കും വഖ്തുൽ ലിൽ അമലി. വഖ്തുൽ ലിൽ അമൽ. അമലിനുള്ള സമയമുണ്ട്. ജോലി ചെയ്യാനുള്ള സമയമുണ്ട്. എല്ലാവരും ജോലിക്കാരാണ്. ഏത് ആളാണെങ്കിലും അവർക്ക് അവരുടേതായ പല വ്യത്യസ്തമായ ജോലികളുണ്ടാവും. വഖ്തുൽ ലിറാഹ. അതുപോലെ ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്തുണ്ടാവും? ലിറാഹ. വഖ്തുൽ ലിറാഹ. അനുഗ്രഹം ഉണ്ടാവും. നോട്ട് റഹ്മ. ഹദിയൽ കലിമ അർറാഹ. ഇസ്തിറാഹ. റാഹ എന്ന് പറഞ്ഞാൽ വിശ്രമം. യെസ്. എല്ലാവർക്കും ജോലിയുണ്ട്, ജോലിയുടെ കൂടെ വിശ്രമമുണ്ട്. അപ്പോ ഫത്തലാമീദ് യദ്ഹബൂന ഇലാ മദാരിസിഹിം. അപ്പോ ഒന്നുകൂടി പറയാം. എല്ലാ ജനങ്ങൾക്കും ജോലിക്ക് സമയമുണ്ട്, അതേപോലെ വിശ്രമത്തിന് സമയമുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണെന്ന് വിചാരിക്കുന്നു. അറിയാത്തുണ്ടെങ്കിൽ ചോദിക്കണം. ഫത്തലാമീദു യദ്ഹബൂന ഇലാ മദാരിസിഹിം. തലാമീസ്. തലാമീദിന്റെ മുഫ്രദ് എന്താ? തലാമീസ് മുഫ്രദുഹു മാ ഹുവ മുഫ്രദുഹു? നഅം തിൽമീദ്. തിൽമീദുൻ ജംഉഹു തലാമീദ്. ഫത്തലാമീദു. അപ്പോൾ തലാമീദ് വിദ്യാർത്ഥികൾ യദ്ഹബൂന ഇലാ മദാരിസിഹിം. അവർ അവരുടെ സ്കൂളുകളിലേക്ക് പോകുന്നു. മദ്രസ ജമ മദാരിസ്. മദ്രസ മദാരിസ്. അപ്പൊ നിങ്ങൾ വെക്കാബുലറി ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ മീനിങ്, അതേപോലെ തന്നെ അതിന്റെ അലുദാദുകള്, മുത്തറാദിഫുകള്, പിന്നെ സമാനമായിട്ടുള്ള മറ്റു പ്രയോഗങ്ങൾ, ഇതൊക്കെ അതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ. അവരെല്ലാവരും സ്കൂളിലേക്ക് പോകുന്നു. ഫി സഅദത്തിൻ. ഫി സഅദ. എങ്ങനെ പോകുന്നത്? വെരി ഹാപ്പി. ഫി സഅദ. വളരെ സന്തോഷമായിട്ട്. സഅദ. കുല്ല യൗമിൻ. എല്ലാ ദിവസവും സന്തോഷത്തോടു കൂടിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? യഖറഊനൽ കുതുബ. പുസ്തകം വായിക്കുന്നു. അവര് പുസ്തകങ്ങൾ വായിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് യഖറഊന എന്ന് പറയുന്നത്? യഖറഊ എന്ന് പറയാതെ യഖറഊന എന്ന് പറയാൻ കാരണം എന്താ? തലാമീദ് വന്നതുകൊണ്ട്. വായിക്കുക എന്നുള്ളതിന് യഖറഊ പറഞ്ഞു. തലാമീദ് വിദ്യാർത്ഥികൾ. അപ്പൊ നമ്മളൊരു കൂട്ടം ആളുകളെ, മുദക്കറായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ അവിടെ യഖറഊന എന്ന് പറയണം. യഖറഊനൽ കുതുബ. അവർ പുസ്തകങ്ങൾ വായിക്കുന്നു. വയക്തുബൂന ദുറൂസ. പാഠങ്ങൾ എഴുതുന്നു. അവർ പാഠങ്ങൾ എഴുതുന്നു. യെസ്. ويعملون التجارب في المعمل. ويعملون التجارب. يعملون التجارب. تجارب معنى تجربة جمع. تجربة അതിന്റെ ജമ്മാണ് തജാറുബ്. നാം എക്സ്പീരിയൻസ്. തജാറുബ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് എക്സ്പെരിമെന്റ് എന്നും പറയാം, എക്സ്പീരിയൻസ് രണ്ടും പറയാം. ഫിൽ മഅമൽ. മാന മഅമൽ? ലബോറട്ടറി. ലാബ്. ലബോറട്ടറി അല്ലെങ്കിൽ ലാബ് എന്ന് പറയാം. അപ്പോ ലാബുകളിലുള്ള അവരുടെ എക്സ്പെരിമെന്റ്സുകൾ അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നും രണ്ട് രൂപത്തിൽ വരുന്നതാണ്. അവർ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മടങ്ങുക, റിട്ടേൺ. while they are returning to their homes يجتهدون في أداء الواجب. അവരെന്ത് ചെയ്യുന്നു? അദാഇൽ വാജിബ്. വീണ്ടും വന്നതുപോലെ ഒരു വേർഡ്, അദാഉൽ വാജിബ്. അദാ മുമ്പ് വന്ന വേർഡാണ് അദാ. വാജിബ് എന്താ? വാജിബ്. വാജിബ് മൻസിലിന. ഇജ്തഹിദൂന. അവർ പരിശ്രമിക്കുന്നു. ഇജ്തഹദ ഇജ്തഹിദു. അവർ പരിശ്രമിക്കുന്നു. ഫി അദാഇൽ വാജിബ്. എന്തിന്? ഹോംവർക്ക് ചെയ്യാൻ. ഹോംവർക്ക് ചെയ്യാൻ. ഹോംവർക്ക് ചെയ്യുന്നതിൽ അവർ പരിശ്രമിക്കുന്നു.
അതാ വാജിബ്. വാജിബ് എന്ന് പറഞ്ഞാല് ഹോംവർക്ക്. വാജിബ് മൻസിലി എന്ന് കൂടുമ്പോൾ ഹോംവർക്കോ അല്ലെങ്കിൽ അവരുടെ അസൈൻമെന്റ് ഹോംവർക്ക് നോക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹോംവർക്ക് ചെയ്യുന്നു. അതുപോലെ ഇസ്തിദ്കാർ എന്ന് പറയും, അല്ലെങ്കിൽ മുദാക്കറ. ഇസ്തിദ്കാർ എന്ന് പറഞ്ഞാല് പഠിച്ചത് ഓർത്ത് റിവൈസ് ചെയ്യുക, റിവിഷൻ. റിവിഷൻ ആണ് എന്ത് പറയാം? ഇസ്തിദ്കാർ എന്ന് പറയാം. റിവൈസ് ചെയ്തെടുക്കുക അവർ പഠിച്ചതെല്ലാം സ്കൂളിലെ ക്ലാസ് റൂമുകളിൽ വെച്ച് പഠിച്ച കാര്യങ്ങൾ. അത് അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അലൈക്കും അലൈക്കും അല ജമീഅ തുല്ലാബ് അൻ യസ്തസ്കിറൂ മാ ദറസൂ ഫിൽ ഫസ്ൽ. ഒരു ക്ലാസ്സിൽ പഠിച്ചത് എന്ത് ചെയ്യണം? ഇസ്തിദ്കാർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുന്നു? യസ്തഇദ്ദൂന ലിൽയൗമി താലി. മാ മഅന ഇസ്തഅദ്ദ? യസ്തഇദ്ദു. ഹൽ അൻതും മുസ്തഇദ്ദൂൻ? ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു അല്ലെ? ഇസ്തഅദ്ദ എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്നു. തയ്യാറാവുക. ഓക്കെ, പ്രിപ്പയർ ആവുക എന്നർത്ഥം. ഇസ്തഇദ്ദൂന നമ്മുടെ ആയത്തൊക്കെ പറഞ്ഞതില്ല, യുഇദ്ദൂന അതേപോലെ തന്നെയാണ്. ഇസ്തഇദ്ദൂന ബി റെഡി, ഗെറ്റ് റെഡി, അതാണ് ഇസ്തഅദ്ദ എന്ന് പറയുന്നത്. ഇസ്തഇദ്ദൂന ലിൽയൗമി താലി, ദേ ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസത്തിന് വേണ്ടി. അപ്പോ ലിൽയൗമി താലി അവിടെ പുതിയൊരു വേർഡാണ്. അത്താലി അല്യൗമുത്താലി. അല്യൗമുത്താലി മൻ നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ, യെസ്, ഫോർ ദി നെക്സ്റ്റ് ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേക്ക് വേറെ വാക്കുകൾ നമ്മൾ പറഞ്ഞു. ഞാൻ നേരത്തെ കുറെ വാക്കുകൾ പറഞ്ഞിരുന്നു അല്ലെ? അല്യൗമു അൽ മുഖ്ബിൽ, നെക്സ്റ്റ് ഡേ. അല്യൗം അൽ ഖാദിം, അത് നെക്സ്റ്റ് ഡേ ആണ്. അല്യൗമുത്താലി, നെക്സ്റ്റ് ഡേ. അപ്പൊ കഴിഞ്ഞ ഡേ, ലാസ്റ്റ് ഡേക്ക് എന്ത് പറയും? യൗമുൽ മാദി. യെസ്, അഹ്സൻതി. അൽയൗമുൽ മാദി അല്ലെങ്കിൽ اليوم السابق. وهكذا فهم يقضون ايام الدراسه في تعب مستمر وهكذا like this. അങ്ങനെ فهم يقضون ايام الدراسه, അവരുടെ പിന്നെ അക്കാഡമിക് ഡേയ്സ്, അവരുടെ പഠന ദിവസങ്ങൾ അവർ ചെലവഴിക്കുന്നു في تعب مستمر. താബിലാണ്. താബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. മുസ്തമിർ, കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ക്ഷീണവും കഷ്ടപ്പാടിലും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ ദിവസങ്ങളും തള്ളി അവരുടെ അക്കാഡമിക് ഡേയ്സ് കഴിയുമ്പോൾ ഫിൽ ഇജാസൽ ഉസ്ബുഇയ്യ. അപ്പൊ എന്ത് ചെയ്യും? ഇജാസ ഉസ്ബുഇയ്യ എന്തായിരിക്കും? ഇജാസ എന്ന് പറഞ്ഞാൽ യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇജാസ? ഹോളിഡേ. യെസ്, ഹോളിഡേ. അപ്പൊ അൽ ഇജാസൽ ഉസ്ബുഇയ്യ ആഴ്ചയിലെ ലീവ്, വീക്കെൻഡ് അല്ലെ? ആഴ്ചയിൽ ഉണ്ടാകുന്ന ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാല് സൺഡേ, സൺഡേ, അതെ, വാരാന്ത്യ അവധി എന്ന് പറയാം, അല്ലെങ്കിൽ വീക്കെൻഡ് ലീവ്സ്. അൽ-ഇജാസ എന്ന് പറഞ്ഞ ലീവ്. അപ്പോ ആഴ്ചയിലുള്ള ലീവ് ഡേയ്സില് യുഹാവിൽ തലാമീദ്, അവരെന്ത് ചെയ്യുന്നു? യുഹാവിൽ തലാമീദ്, വിദ്യാർത്ഥികള് ശ്രമിക്കുന്നു. ഇവിടെ കണ്ടോ? ഇവിടെ തലാമീദ് പറഞ്ഞിട്ട് ഇവിടെ യുഹാവിലു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടോ യഖ്റഊന വയക്തുബൂന യഊദൂന യസ്തഇദ്ദൂന യസ്തസ്കിറൂന ഒക്കെ ജമ്മായിട്ട് പറഞ്ഞു. ഇവിടെ മാത്രം എന്താ യുഹാവിലു പറയാൻ കാരണം? Why? Do you know? Anyone? അതാദ്യം വന്നതുകൊണ്ടാണ്. സലാമദീന്റെ തൊട്ട് മുമ്പിൽ വന്നതാണ്. യുഹാവിലു, അതായത് ഇവിടെ ഫായില് ഇസ്മ ലാഹിറാണ്. ഈ ഹാവില എന്നുള്ള ഫീലിന്റെ ഫായിലാണ് തലാമീദ്. അവിടെ തലാമീദ് കൃത്യമായിട്ടും എന്താണ് വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ പറഞ്ഞതുകൊണ്ട് യുഹാവിലു എന്നുള്ള ഫെയില് മാത്രം പറഞ്ഞത്. അത് ഫെയിലിയായ ജുംലയാണ്. അതേ സമയത്ത് തലാമീദ് പറഞ്ഞിട്ട് യുഹാവില് പറയാണ്, അപ്പൊ ഇസ്മിയ ജുംല എന്നാണ് പറയാം. ആ സമയത്ത് ലമീർ എന്തല്ല, തലാമീദ് അല്ല, മറിച്ച് യുഹാവിലുവിന്റെ അകത്ത് ലമീർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? തലാമീദ് യുഹാവിലൂന എന്ന് പറയണം. അതാണ് വ്യത്യാസം. ഓക്കെ, അത് നമുക്ക് നഹ്വില് പിന്നെ പറയും. അയസ്തരിയഹു മിൻ തഅബിൽ ഉസ്ബു. അപ്പൊ എന്ത് ചെയ്യും? അവര് ആഴ്ചയിലെ ലീവില് അയസ്തരിയു, അവർ ശ്രമിക്കും. അയസ്തരിയഹു, വിശ്രമിക്കാൻ ശ്രമിക്കും. മിൻ തഅബിൽ ഉസ്ബു, ഒരാഴ്ചത്തെ ക്ഷീണത്തിൽ നിന്നും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കും. ഓക്കെ. ഫഹദ യദ്ഹബു ഇലൻ നാദി الرياضي ليقابل أصدقائه ويلعب معهم. എന്നിട്ട് എന്ത് ചെയ്യും? ഫഹാദ എന്ന് പറഞ്ഞാൽ ദിസ് പേഴ്സൺ. അപ്പോ ഇതൊരു സ്റ്റൈലാണ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാള്
അപ്പോ എല്ലാവരും ആഴ്ചയിൽ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു വിശദീകരണം കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഫഹാദ യദ്ഹബു ലന്നാദി, ഒരാൾ എന്ത് ചെയ്യും, ക്ലബിലേക്ക് പോകും. ഫഹാദ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് എന്ന് പറഞ്ഞാല് ശരിക്കും ഹാദയുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയത് ഇത് എന്നായിരിക്കും. പക്ഷെ ഇവിടെ ഉദ്ദേശം എന്താണ്, ദിസ് പേഴ്സൺ യദ്ഹബു ലന്നാദി റിയാദി, സ്പോർട്സ് ക്ലബിലേക്ക് പോകും ഒരാള്. ലിയുക്കാബില, ലീവിലുള്ള ഡേറ്റ്സിൽ എന്ത് ചെയ്യും, സ്പോർട്സിന് പോകും. ലിയുക്കാബില അസ്ദിഖാഅഹു, അവന്റെ കൂട്ടുകാർക്കൊപ്പം. കൂട്ടുകാരോടൊപ്പം കാബല, സ്വീകരിച്ചു. മമന കാബല, മുമ്പിടുക, സ്വീകരിക്കുക എന്നുള്ള ഓപ്ഷൻ. കാബല എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യാൻ നടക്കും. യെസ്, ടു മീറ്റ് ഹിസ് ഫ്രണ്ട്സ് വയലഅബമാഹും, എന്നിട്ട് അവരുടെ കൂടെ കളിക്കുക. അപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ക്ലബിലേക്ക് പോകും ചിലര്. വആഖർ, വആഖർ എന്ന് പറഞ്ഞാൽ ദ അതർ പേഴ്സൺ, വആഖർ മറ്റൊരാൾ. യുഫദ്ദിലുൽ ജുലൂസ ഫിൽ ബൈത്ത്, മറ്റൊരാൾ എന്താ ചെയ്യാം, യുഫദ്ദിലുൽ ജുലൂസ്. വീണ്ടും here again the word comes, യുഫദ്ദിലു, മമാന യുഫദ്ദിലു, തയ്യാറാക്കുന്നു, no, യുഫദ്ദിലു, മുൻഗണന, no, പ്രിഫർ ചെയ്യുന്നു. പ്രിഫർ ചെയ്യുന്നു. എന്താണ് പ്രിഫർ ചെയ്യുന്നത്, യുഫദ്ദിലുൽ ജുലൂസ ഫിൽ ബൈത്ത്, വീട്ടിലിരിക്കും. വീട്ടിലെ ഇരിപ്പിടം. വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ വീട്ടിൽ മാത്രം വീട്ടിലിരിക്കുക, പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിൽ മാത്രം ഇരുന്ന് വിശ്രമിക്കാൻ ചിലർ അങ്ങനെ അതിന് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് പ്രിഫറൻസ് കൊടുക്കുന്നു. മുമാറസ ഇഹ്ദൽ ഹിവായാത്ത് അല്ലതി യുഹിബ്ബു, വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യും, മുമാറസത ഇഹ്ദൽ ഹിവായാത്ത്, ഏതെങ്കിലും ഒരു ഹിവായാത്ത്. ഇഹ്ദൽ ഹിവായാത്ത് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഹോബീസ്. അതെന്ത് ചെയ്യും, മുമാറസ ചെയ്യും. അമ്മാണ് മുമാറസ, പ്രാക്ടീസ് ചെയ്യും. യെസ്, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇഹ്ദൽ ഹിവായാത്ത് അല്ലതി യുഹിബ്ബുഹ, അവൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഹോബി ചെയ്യും. മിസ്ല ഖിറാഅത്ത് ഖിസ്സ, ഏതൊക്കെയാണ് ഹോബീസിൽ ഒന്നാണ് ഖിറാഅത്തു ഖിസ്സ, ഒരു സ്റ്റോറി വായിക്കും. അവർ റസ്, അല്ലെങ്കിൽ ചിത്രം വരക്കും. ഔജമ്മ തവാബിയ, അല്ലെങ്കിൽ തവാബിയ, മമാന തവാബി, പ്രകൃതി ആസ്വദിക്കും. പ്രകൃതി. ജമ്മ തവാബി, ജമ്മ എന്ന് പറഞ്ഞാ മന ജം, ജമ്മ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യാം. തവാബി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു ഹോബിയാണ്. ഇപ്പൊ ആരും ജമ്മ തവാബി ഒന്നും ഇല്ല. ഇറ്റ്സ് an old outdated hobby, I think. സ്റ്റാമ്പ് കളക്ഷൻ. യെസ്, സ്റ്റാമ്പ് കളക്ഷൻ. തവാബിയ, തബിഅത്ത് എന്നാണ് പ്രകൃതിക്ക് വരാം. തവാബിയ എന്ന് പറഞ്ഞാല് സ്റ്റാമ്പിന്റെ കളക്ഷൻ ഉണ്ടാവും. അവൽ മുറാസല, ചില ആളുകൾക്ക് എന്തായിരിക്കും പണി, മുറാസല. പഴയ കാലത്ത് അതും ഒരു ഔട്ട്ഡേറ്റഡ് ഹോബിയാണ്. മുറാസല എന്ന് പറഞ്ഞാൽ കത്തെഴുതാം. പോസ്റ്റ് കാർഡിലോ മറ്റൊക്കെ ഫ്രണ്ട്സുകൾക്ക് കത്തെഴുതി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് പഴയ കാലത്തൊക്കെ റേഡിയോയിലെ പ്രോഗ്രാമിനൊക്കെ സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന് പകരം ഇപ്പൊ എന്താണ് ഹോബി, ചാറ്റിംഗ് അല്ലെ. ഏതെങ്കിലും അറിയുന്നതും അറിയാത്തതുമായ ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റിംഗ്, അതൊരു ഹോബിയെ സെലക്ട് ചെയ്ത ആളുകളുണ്ട്. ഔ സമാൽ മ്യൂസിക്, അല്ലെങ്കിൽ മ്യൂസിക്, ലിസണിങ് ടു മ്യൂസിക്. സമാൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ. മൂന്നാമത്തെ ആൾ എന്താ ചെയ്യാ, യഖ്റുജു മഅ മജ്മുഅത്തിൻ മിൻ അസ്ഹാബിഹി ഇലാ റിഹ്ല ഫി മകാനിൻ ഖരീബിൻ ഔ ബഈദ്. വസാലിസ്, മൂന്നാമത്തെ ആള്, യഖ്റുജു മഅ മജ്മുഅ, യഖ്റുജു മാദാ യഫ്അൽ, പുറപ്പെടുന്നു. യെസ്, യഖ്റുജു മിൻ മജ്മുഅ മിൻ അസ്ഹാബി, അവന്റെ കൂട്ടുകാരുടെ കൂടെ, ഒരു സംഘം കൂട്ടുകാരുടെ കൂടെ പുറപ്പെടുന്നു. ഇലാ റിഹ്ലത്തിൻ, റിഹ്ല, ഒരു യാത്ര പോകും. ഫി മകാനിൻ ഖരീബിൻ ഔ ബഈദ്, അടുത്തുള്ളതോ അല്ലെങ്കിൽ ദൂരെയുള്ളതോ ആയ സ്ഥലത്തേക്ക്. ومن التلاميذ من يصحب أسرته لزيارة الأقارب والأصدقاء, അതുപോലെ തന്നെ സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ ഉണ്ട്. ومن التلاميذ മൻ, ചില ആൾക്കാർ. ഇവിടെ മന്നിന്റെ അർത്ഥം some people, some students. അവരെന്താ ചെയ്യാ, മൈ യസ്ഹബ് ഉസ്റതഹു, അവന്റെ ഉസ്റത്തിന്, മമാന ഉസ്റ, കുടുംബം. കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ. സഹിബ ഉസ്ര, സഹിബ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുക. എന്തിനാ, സിയാറത്തുൽ അഖാരിബ്, അവരുടെ റിലേറ്റീവ്സിനെ സന്ദർശിക്കാൻ വേണ്ടി. സിയാറത്തുൽ അഖാരിബ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ്. ഖരീബ് ജമ്മ അഖാരിബ്, ഖരീബ് അഖാരിബ്. ഇവിടെ ഖരീബിന്റെ അർത്ഥം അടുത്തത് നടത്തുന്നുണ്ട്. അതോടൊപ്പം ഖരീബിന് എന്ത് അർത്ഥമുണ്ട്, റിലേറ്റീവ്. വല്ലസിക, ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ സന്ദർശിക്കാൻ വേണ്ടി ഫാമിലിയുടെ കൂടെ പിന്നെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. وفي الإجازة الطويلة هناك من يفضلون السفر لمشاهدة بلاد جديدة. അപ്പോ ഇതൊക്കെ വീക്കെൻഡ് വെക്കേഷനില്, വീക്കിലി വെക്കേഷൻസിലാണ് ഈ ഒരു പ്രോസസ്സുകൾ ചെയ്യുക. എന്തൊക്കെയാ ചെയ്യാം,
ചിലര് പിന്നെ എന്താ പറയാ ഫഹാദ യദ്ഹബു ഇലന്നാരി അല്ലെ, ചില ആളുകള് ക്ലബിലേക്ക് പോകും, ചില ആളുകള് എന്ത് ചെയ്യും, എന്തെങ്കിലും ഹിവായാത്തുകൾ ചെയ്യും, ചില ആളുകള് ട്രിപ്പിൽ പോകും, ചില ആളുകൾ വീട്ടിൽ തന്നെ കുടുംബത്തിന്റെ കൂടെ ഫാമിലി വിസിറ്റിംഗ് ചെയ്യും. എന്നാൽ വഫിൽ ഇജാസൽ അത്തവീല, ലോങ് ലീവ്, അതാണ് ഇജാസ തവീല എന്ന് പറഞ്ഞാൽ ലോങ് ലീവ്, കുറച്ച് ദൈർഘ്യമേറിയ അവധിക്കാലത്ത് എന്ത് ചെയ്യും, ഹുനാക്ക there are some, ഹുനാക്ക മൻ എന്ന് പറഞ്ഞാൽ there are some people, some students യുഫല്ലിലൂന സഫർ, അവര് പ്രിഫർ ചെയ്യുന്നത് എന്താണ്, അസ്സഫർ, യുഫല്ലിലൂന സഫർ, യെസ്. അപ്പൊ യാത്രക്ക് ഇവിടെ രഹ്ല എന്ന് വന്നു, സഫർ എന്ന് വന്നു. എന്തിനാ യാത്ര ചെയ്യുന്നത്, മുഷാഹദത്തി ബിലാദിൻ ജദീദ, പുതിയ നാടുകൾ, പുതിയ രാജ്യങ്ങൾ കാണാൻ വേണ്ടി. യെസ്, ബിലാദുൻ ജദീദ്, ബലദ് ജമ ബിലാദ്, ബലദ് ബിലാദ് നോട്ട് ചെയ്യാം, ബലദുൻ ജമ ബിലാദ്. ഇവിടെ ബിലാദ് എന്നായതുകൊണ്ടാണ് ജദീദത്ത് എന്നുള്ള മുഅന്നസ് ആയത്. വെറും ബലദ് എന്നാണെങ്കിൽ എന്താ പറയാ, ബലദുൻ ജദീദ്, ബിലാദ് ജദീദത്ത്. ഓക്കെ. അപ്പൊ മുഖാബലത്തി അഹ്ലിഹ, എന്നിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ മീറ്റ് ചെയ്യാം, മുഖാബല മീറ്റ് ചെയ്യാം. നേരത്തെ വന്നു മുഖാബല, യുഖാബിലു, മുഖാബല മീറ്റ് ചെയ്യാം. ഇത്തിലാഅ അലാ ഹളറത്തിഹിം, അവരുടെ സംസ്കാരങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത്തിലാഅ അലാ എന്ന് പറഞ്ഞാൽ അതിനെ വീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. അത് വായിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാന്ന് വായിക്കും. അപ്പോൾ തരീഖത്തെ ഹയാത്തിഹിം, അവരുടെ ജീവിതത്തിന്റെ രീതികൾ മനസ്സിലാക്കുക. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ വഴി, വേ ഓഫ് ലൈഫ്. ത്വരീഖത്തുൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖത്തുൽ ഹയാത്ത്, വേ ഓഫ് ലൈഫ്, ജീവിത രീതി. ഹലാറമാണ് ഹലാറ, സിവിലൈസേഷൻ. ഹലാറ നാഗരികത എന്നാണ് ശരിക്കർത്ഥം, സംസ്കാരം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ. നാഗരികത, സംസ്കാരത്തിന് നേരെ ഡയറക്റ്റ് ഒരു വേർഡ് ഉണ്ട്. എന്താണ് സംസ്കാരത്തിന് പറയാം, സംസ്കാരം, സഖാഫ അല്ലെ. ഹലാറത്ത് എന്ന് പറഞ്ഞാൽ സഖാഫ, സഖാഫത്ത്, സഖാഫത്ത് എന്ന് പറഞ്ഞാല് കൾച്ചർ, ഹലാറത്ത് എന്ന് പറഞ്ഞാല് സിവിലൈസേഷൻ. ഓക്കെ. ഫമാ ഹിവായത്തുക്കൽ മുഫല്ലല, വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ചോദിച്ചാണ്, എന്താണ് നിങ്ങളുടെ പ്രിഫേർഡ് അല്ലെങ്കിൽ ഫേവറേറ്റ് ഹോബി. വകൈഫ തഖ്ലി വഖാത ഫറാഇഖ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ വെക്കേഷൻ, ഹൗ ഡു യു സ്പെൻഡ് യുവർ ലെഷർ ടൈം, അല്ലെങ്കിൽ ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം, ലീവ്, വെക്കേഷൻ. ഓക്കെ. هذه هي الدرس. أعتقد أنكم فهمتم هذا الدرس جيدا. إن كان لديكم أي سؤال بما يتعلق بهذه الفكرة، إذا أنتم لم تحصلوا على معاني لمفردات جديدة ممكن تسألوني. Okay. Now we are going to the next session. This is the Tamreen 1. ഇവിടെ കുറച്ച് വേർഡ്സുകൾ ഉണ്ട്. ഈ വേർഡ്സുകൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സുകൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് അതും കൂടി നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ. ഓരോ ഡേയ്സിലും നമ്മൾ വെക്കാബുലറി ബിൽഡ് ചെയ്ത് നമ്മുടെ എന്താ പറയാ ഒരു ട്രഷറി ഓഫ് വെക്കാബുലറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അല്ലെ, അസ്സഖീറ അൽ മുഫ്രദാത്ത്. അത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ദഖീറത്തുൽ മുഫ്രദാത്ത് എന്ന് പറയും അറബിയിൽ. ദഖീറത്തുൽ മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഉള്ള വെക്കാബുലറീസിന്റെ ഒരു ശേഖരമാണ്, അതിന്റെ ഒരു ഭണ്ഡാരം എന്നൊക്കെ പറയാം. ആ ഭണ്ഡാരത്തിലേക്ക് ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയ പുതിയ വേർഡ്സുകൾ. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇനി നിങ്ങളെ ഊഴമാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ പറയുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, മാദാ യഫ്അലു തലാമീദു ഫി അയ്യാമി ദിറാസ. മാദാ യഫ്അലു അത്തലാമീദു ഫി അയ്യാമി ദിറാസ. എന്താ ചെയ്യുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. السؤال الثاني ماذا يفعل التلاميذ عندما يعودون إلى بيوتهم. എന്താ ചെയ്യുന്നത്? അവര് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് ചെയ്യുന്നത്? عندما يعودون, ഒരു മടങ്ങുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യാം? ഇതിനാണ് ഈ عندما يعودون إلى بيوتهم പിന്നെന്താ പറഞ്ഞ يجتهدون في أداء الواجب يستذكرون.
هذا هو الجواب. أحسنت. അപ്പൊ എന്താ പറയാ عندما يعود അപ്പൊ ഇങ്ങനെ പറയാം التلاميذ عندما يعودون إلى بيوتهم يجتهدون في أداء الواجب ويستذكرون ويستعدون لليوم التالي. اوكي. السؤال الثالث ماذا يحاول التلاميذ أن يفعلوا في الإجازة الأسبوعية؟ ശ്രദ്ധിക്കണം, ഇജാസ ഉസ്ബുഇയാണ്, വീക്ക്ലി വെക്കേഷനിൽ അവരെന്താണ് ചെയ്യാം, വിദ്യാർത്ഥികൾ എന്താ ചെയ്യണം? അപ്പൊ കുറെ പറയണം. അപ്പൊ നമ്മൾ ഇതിനാണ് നമ്മൾ കോംപ്രിഹെൻഷൻ എന്ന് പറയാം. നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് നമുക്ക് ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ടത്, നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സാമിന് ഇതേപോലെ പാരഗ്രാഫ് തരും, എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും. നിങ്ങൾ സ്വയം ആ പാരഗ്രാഫ് വായിച്ച് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന് സ്വന്തമായി ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനുള്ള അത് ആ ഒരു ട്രെയിനിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിലേക്ക് എത്തണം നിങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, പറയൂ, എങ്ങനെ അത് ഒന്നിച്ചൊന്ന് പറയാം. ഇവിടെ കുറെ സെന്റൻസുകളിലായിട്ടാണ് പറഞ്ഞത്. എന്തൊക്കെയാ ചെയ്യുന്നത് ഉസ്ബുഇലെ? ഒന്ന്, يحاول التلاميذ في الإجازة الأسبوعية يحاول അതിലും കൂടി അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് അവര് ഓരോരുത്തർ എന്തോ ചെയ്യുന്ന പറഞ്ഞത്. പല ആളുകൾ ഇങ്ങനെ പറഞ്ഞല്ലോ, വഹാദ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. هذا يستريح من تعب الأسبوع. അത് ഒറ്റ സെന്റൻസിൽ പറയാനാണെങ്കിൽ എത്ര പറഞ്ഞാൽ മതി? നിങ്ങളിപ്പോ പറഞ്ഞത് കറക്റ്റ് ആണ്. ഏത് ഒറ്റ സെന്റൻസിൽ മാത്രം പറയാനാണെങ്കിൽ എത്ര പറഞ്ഞാൽ മതി? യുഹാവിലു അല്ലെങ്കിൽ യുഹാവിലു അയ്യസ്തരിയഹു മിൻ തഅബ് അല്ലെ, മിൻ തഅബിൽ ഉസ്ബു. ഒരാഴ്ചയിലെ ക്ഷീണത്തിൽ നിന്ന് വിശ്രമം നേടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതേ സമയത്ത് അതൊരു കുറെ പാരഗ്രാഫ് ആയിട്ടോ മറ്റോ എഴുതണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് എഴുതാൻ പറ്റും. എങ്ങനെ? ബാലുഹും എന്താ ചെയ്യണത്? بعض التلاميذ يذهبون إلى النادي الرياضي ليقابل أصدقائهم. وبعضهم يمارس الهوايات. وبعضهم يخرج مع مجموعة من أصحابه إلى رحلة. وبعضهم يذهب مع أسرته إلى لزيارة أقاربهم وأصدقائهم. അങ്ങനെ പല കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ക്ലബിൽ പോകുന്ന ആളുകളുണ്ട്. രണ്ടാമത്തത് ഹിവായാത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. മൂന്നാമത് ട്രിപ്പ് പോകുന്ന ആളുകളുണ്ട്. മറ്റേത് പിന്നെ റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ. അങ്ങനെ 4 ടീമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പൊ അത് 4നെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാം. സെന്റൻസ് കണക്ട് ചെയ്ത് ബാലുഹും ചേർത്താണോ? ബാലുഹും എന്ന് പറഞ്ഞാൽ സം ഓഫ് ദം. ബാലുഹും എന്ന് പറഞ്ഞാൽ സം ഓഫ് ബാലുഹും അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്താ ബാലു തലാമീദ് എന്ന് പറയാം. ബാലു തലാമീദ് എന്ന് പറയാം സം ഓഫ് ദ സ്റ്റുഡൻസ്. ബാലെന്ന് ഉപയോഗിക്കണം. ബാൽ എന്ന് പറയാൻ കുറച്ച് പേര്, ചിലർ എന്ന് പറയില്ല, നമ്മള് അർത്ഥത്തിൽ പറയുന്നതാണ് ബാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന് ഇത്ര ആൻസർ ചെയ്താൽ മതി. എന്ത് ഇപ്പൊ തൽക്കാലത്തിന് യുഹാവിൽ തലാമീദ് യഫ്അലു ഫിൽ ഇജാസ അൽ ഉസ്ബുഇയ്യ എന്നുള്ള യുഹാവിൽ അയസ്തരിഹു മിൻ തഅബിൽ الأسبوع. هذا يكفي. السؤال الرابع ماذا يفعل بعض الناس في الإجازة الطويلة؟ ماذا يفعل بعض الناس؟ بعض الناس نرى കുറച്ച് ജനങ്ങൾ, ചില ആളുകൾ, കുറച്ച് പേര് എന്താ ചെയ്യുന്നത്? ഫിൽ ഇജാസ തവീല, നീണ്ട അവധിയിൽ എന്താണ് ചെയ്യുന്നത്? يفضلون السفر لمشاهدة بلاد جديدة. അത്ര മതി. വേണമെങ്കിൽ കുറച്ചുകൂടി ആടെ അല്ലെ. മുഖാബലത്തി അഹ്ലിഹിം والاطلاع على حضارتهم وطريقة حياتهم. Next, الخامس ماذا تفعل عادة في الإجازة الأسبوعية؟ هذا السؤال لكل واحد منكم مباشرة. ماذا تفعل أنت؟ ماذا تفعلين أنت عادة؟ ما معنى عادة؟
മടങ്ങുക. അത് ആദ, ആദത്തൻ. പതിവ്. ഞാൻ ആ, പറയാം. ഇത് ഉദ്ദേശമാണോ? നിങ്ങൾ ഉദ്ദേശം. ഇത് ഞാൻ പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വേർഡ് കിട്ടി. പതിവായിട്ട് കാരണം പതിവായിട്ട് ആദത്ത് എന്നുള്ള വേർഡ് പലപ്പോഴും പതിവായിട്ട് നിങ്ങൾ ഹോളിഡേയിൽ എന്താണ് ചെയ്യുന്നത്? യൂഷ്വലി ആദത്ത് എന്നുള്ള വേർഡ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പതിവായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? മാതാ തഫ്അലീന എന്താ? അപ്പൊ ഓരോരുത്തർ പറയും അഫ്അലു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഓക്കെ, ഫാത്തിമ സഫ്ന മാതാ തഫ്അലീന അൻതി? ഞാൻ ചോദിക്കും. فاطمة سفنة هل أنت موجودة؟ Yes, sir. نعم. ماذا تفعلين أنت في الأسبوع في الإجازة؟ أفعل رحلة فلرحلة ഇല്ല അത് മാത്രല്ല ചിലപ്പോ إلى أين؟ أحيانا എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. أحيانا تجلس في البيت. أجلس أحيانا أجلس في البيت. في البيت. അപ്പോൾ ഉസാഫിറു ഫി റിഹ്ല അല്ലെങ്കിൽ അദ്ഹബു ഫി റിഹ്ല അങ്ങനെ പറയാം. അദ്ഹബു ഫി റിഹ്ല വ അജ്ലിസു. ഞാൻ പറയുമ്പോൾ എപ്പോഴും എന്നൊക്കെ വരും. അജ്ലിസു ഫി ബൈത്തി. ഓക്കെ, അഹ്സൻ. وجليسة مريم ماذا تفعلين أنت؟ أفعل قرأ الكتاب اللغة العربية. أقرأ. نعم، أقرأ كتاب اللغة العربية. أقرأ الكتاب في اللغة العربية. ما شاء الله. أوكي، إذن جمشي نيسل ماذا تفعلين أنت؟ أين أنت يا جمشي؟ യെസ് സാർ ഇവിടെ ഉണ്ട്. കറണ്ട് പോയാണ് കേട്ടില്ല, റേഞ്ച് കിട്ടില്ല. نعم، ماذا تفعلين أنت في الإجازة الأسبوعية؟ ആദത്തു ഇത് പറഞ്ഞ പോലെ ആദത്തു വലീമത്തൻ കബീറത്തൻ ലി വലദി സൗജി. أوكي، سنتي في كل أسبوع أنت تعدين وليمة كبيرة. نعم. യെസ്. أعد ماذا تقول؟ أعد وليمة. ഓക്കെ أعد وليمة. أوكي. ഓക്കെ. إذن ممكن نزور في بيتكم في الإجازة الأسبوعية نحصل على وليمة كبيرة. ഓക്കെ. أوكي، من؟ لميسة شجير. لميسة، هل أنت موجودة هنا؟ نعم. ماذا تفعلين أنت؟ أسافر مع أسرتي. أنت تسافرين مع أسرتك؟ مع أسرتي. نعم. أبغى أسافر مع أسرتي. أسافر مع أسرتي. إلى أين؟ إلى إلى أين تسافرين عادة؟ إلى كاليكت. إلى كاليكت. نعم، إن شاء الله. أنت قريبة من كاليكت؟ نعم. شكرا لك. إذن نحلة موجودة. أنت حاضرة؟ نعم. نعم. ماذا تفعلين أنت عادة في الأيام الأسبوع أو في الإجازة الأسبوعية؟ أسافر مع أسرتي إلى لزيارة الأصدقاء وإلى أقارب. أوكي. أنت هل لك عمل أو أنت ربة البيت؟ عمل. لديك عمل؟ في أي يوم لك إجازة؟ Just joined എന്ന് പറയാം. نعم. ماذا؟
ജസ്റ്റ് ജോയിൻഡ് അങ്ങനെ തന്നെ പറയാം. نعم اوكي التحقت قريبا التحق join التحق او شاركت قريبا. اوكي رمسي بيالي are you there؟ هل انت موجودة؟ لا. مريم رمسيها اوكي هيا تفضلي ماذا تفعلين عادة في الإجازة الأسبوعية؟ أفعل نعم. أقرأ القصة. تقرأين القصة. نعم ما شاء الله. اوكي أي قصة تحبين أكثر؟ في أي نوع؟ تاريخ أو يعني الحب هكذا؟ في أي نوع؟ مليالم ولا عربية؟ മലയാളം. مليالم. نعم. إذا تحاولي أن تقرأي بعضا من القصص العربية إن شاء الله. أوكي من يريد؟ طاهرة ماذا تفعلين عادة في الإجازة الأسبوعية؟ طاهرة؟ لا ليست هنا، غادرت. زكينة السلام عليكم ورحمة الله. عليكم السلام ورحمة الله. هيا تفضلي. يحب جلوس في البيت ليستريح. نعم يستريح. نعم أنت تحبين أن تجلسي في البيت. نعم. أوكي. نعم فأحب هكذا تقول أحب أن أستريح، أحب أن أجلس، أحب أن نجلس. أوكي. أحسنت. ഓക്കെ അപ്പൊ അതുപോലെ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ഓരോ സെന്റൻസുകളൊക്കെ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് سؤال أين يعمل التلاميذ التجارب؟ يعمل التلاميذ التجارب في المعامل. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ മാമൽ. എന്താണ് ചോദ്യം? എന്താണ്? എവിടെയാണ് വിദ്യാർത്ഥികൾ എവിടെയാണ് അവരുടെ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത്? ചെയ്യുന്നത്? അപ്പൊ അതുപോലെ അയിന വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി. അയിന യൽഅബു അത്തിൽമീദു മഅ അസ്ദിഖാഇഹി ഫിൽ ഇജാസ അൽ-ഉസ്ബുഇയ്യ. അയിന യൽഅബു എവിടെയാണ് കളിക്കുന്നത്? എവിടെ കളിക്കുന്നത്? മഅ അസ്ദിഖാഇഹി. أين يلعب؟ ماذا قرأنا؟ إلى أين يذهب بعض التلاميذ يذهبون إلى أين؟ يس نعم إلى النادي الرياضي ويلعبون هناك. نعم فالجواب عنصر عندنا يلعب التلميذ مع أصدقائه في الإجازة الأسبوعية في النادي في النادي الرياضي. نعم في النادي الرياضي. أين يمارس بعض التلاميذ هوايتهم؟ أين يمارس؟ മാറസ് യുമാരിസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. എവിടെ വെച്ചിട്ടാണ് അവരുടെ ഹോബീസ് പ്രാക്ടീസ് ചെയ്യുന്നത്? في بيوتهم. نعم أحسنتم في بيوتهم. أبو يمارس بعض التلاميذ هواياتهم في بيوتهم. أين يسافر بعض الناس في الإجازة الطويلة؟ في الإجازات الطويلة بعض الناس يسافرون إلى أين؟ ഇവിടെ പറയുന്നുണ്ട് അവസാനം എങ്ങോട്ട് പോകുന്നു? إلى بلاد جديدة. يسافرون إلى بلاد جديدة. എവിടേക്കാണ് പോകുന്നത് ചോദിച്ചാല് എത്ര പറഞ്ഞാൽ മതി? ഇല ബിലാദിൻ ജദീദ എന്ന് പറഞ്ഞു. എന്തിനാ പോകുന്നത് ചോദിക്കുമ്പോ എന്ത് പറയണം? ലിമാദ എന്നുള്ള ചോദ്യമാണ് ചോദിക്കാം. ഇവിടെ അയിനെ മാറ്റിയിട്ട് ചോദിക്കണം. ലിമുഷാഹദത്തി
مشاهدة عليه لمقابلة أهلها والاطلاع على حضاراتها. حضارتهم അങ്ങനെ പോലെ وطريقة യെസ്. أين تقضي وقت الراحة عادة വീണ്ടും അതേപോലെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. أين تقضي وقت الراحة عادة ഓരോരുത്തരൊന്ന് പറഞ്ഞു ഒന്ന് എഴുതി വെക്കുക. എവിടെയാണ് നിങ്ങള്? قضيت وقت الراحة അപ്പൊ എങ്ങനെ പറയാം? عادتي ഇതിന്റെ في ആൻസർ എങ്ങനെ പറയാം? البيت. എങ്ങനെ പറയാം? قضيت وقت الراحة കളയത്തൊന്നല്ല, عادتي അയിന في തക്ലി. البيت. ഇവിടെ മുലാരിയിൽ ചോദിക്കുമ്പോൾ മുലാരിയിൽ തന്നെ ആൻസർ ചെയ്യണം. ചോദ്യം മുലാരിയിലാണ്. അയിന തക്ലി, ഇനി എവിടെ ചെലവഴിക്കുന്നു? അപ്പൊ എങ്ങനെ ആൻസർ ചെയ്യാം? أقضي وقت الراحة عادة في അഖ്ലി بيتي. വഖ്ത റാഹത്തി അഖ്ലി വഖ്ത റാഹത്തി ആദതൻ ഫി في بيتي. ഫി ബൈത്തി അല്ലെങ്കിൽ ഫി ഫിൽ എന്താ പറയാ ഫി ബിലാദിൻ ബഈദ അല്ലെങ്കിൽ ഫി മദീനത്തിൻ ഉഖ്റ അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ എന്താ പറയാ ഫി സവാഹിൽ, ബീച്ചിൽ പോകുന്നു, അല്ലെങ്കിൽ പാർക്കിൽ പോകുന്നു എന്നൊക്കെ പറയാം. പാർക്കിന് എന്താ പറയാ? ഫിൽ മുതനസ്സഹി, അങ്ങനെ പലതും പറയാം. ഓക്കെ, നെക്സ്റ്റ് സവാൽ എന്താണ്? ലിമാദ എന്തിനാ ഉപയോഗിക്കുക? എന്തിനു വേണ്ടി? ലിസുആൽ അനിസ്സബബ്, കാരണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ലിമാദ ചോദിക്കുന്നത്. അപ്പൊ ലിമാദ യദ്ഹബു തലാമീദ് ഇലൽ മദ്രസ, ആൻസർ എങ്ങനെയും നിങ്ങൾക്ക് അറിയാവുന്ന, നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാൻ മീനിങ് പറയാത്ത. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും മീനിങ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ലിമാദ യദ്ഹബു തലാമീദ് ഇലൽ മദ്രസ, എന്താ ചോദ്യത്തിന്റെ ആൻസർ എന്താ? വിദ്യാർത്ഥികൾ എന്തിനു വേണ്ടിയിട്ടാണ് യഖ്റഊന അൽ-കുതുബ വയക്തുബൂന എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത്? യദ്ഹബു ആൻസർ എങ്ങനെ പറയും? യദ്ഹബു തലാമീദ് യദ്ഹബു തലാമീദു ഇലാ മദ്രസത്തി യക്തുബൂന വയദ്റസൂന. പഠിക്കാൻ വേണ്ടി. ലിദ്ദിറാസ അത് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ലിയക്തുബൂന, മുലാരി ഫിഅലായിട്ട് പറയുകയാണെങ്കിൽ ലിയദ്റുസൂന വയക്തുബൂന ദുറൂസ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ? ലിദ്ദിറാസ, അത്ര മാത്രം പറഞ്ഞാലും മതി. ലിദ്ദിറാസ. സുഅൽ സാനി, ലിമാദ യതഅബു അത്തലാമീദ് ഫി അയ്യാമി ദിറാസ, എന്തിനാണ് അവര് യതഅബു, എന്തിനാണ് അവർ കഷ്ടപ്പെടുന്നത്? പഠന സമയങ്ങളിൽ അവരെന്തിനാണ് കഷ്ടപ്പെടുന്നത്? ലിമാദ യതഅബു, അത് തഅബിൻ മുസ്തമിർ എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ എന്തിനാ ഇപ്പൊ കഷ്ടപ്പെട്ടാണ് ഇവിടെ ലൈവിൽ ഇരിക്കുന്നത്? കിട്ടാൻ വേണ്ടിട്ടല്ലേ? അവിടെ നമ്മള് പുതിയ വേർഡുകൾ ഉണ്ടാക്കും. ഓക്കെ, സുഅൽ സാലിസ്, لماذا يذهب بعض التلاميذ إلى النادي في الإجازة الأسبوعية? ഞാൻ അതിന്റെ മീനിങ് പറയാതെ നിങ്ങൾ അതിന്റെ ആൻസർ പറയാൻ പറ്റുമ്പോഴാണ് ഇത് സക്സസ് ആവുന്നത്. ഓക്കെ, لماذا يذهب بعض التلاميذ إلى النادي في الإجازة الأسبوعية؟ لماذا؟ هناك بعض التلاميذ وهم يذهبون إلى النادي الرياضي. لماذا؟ نعم، ليلعبوا مع أصدقائهم. هذا هو الجواب الصحيح. ليلعبوا، അവർ കളിക്കാൻ വേണ്ടിട്ടല്ലേ ക്ലബ്ബിൽ പോവാ, കിടന്നുറങ്ങാനാ പോവാ. അപ്പൊ ലിയൽഅബു. ഓക്കെ, അല്ലെങ്കിൽ ലിൽഅബി എന്ന് പറഞ്ഞാൽ ഇസ്മായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ലാബി. യെസ്, ലിൽഅബി. അടുത്ത, لماذا يفضل بعض الناس السفر في الإجازات الطويلة? ദീർഘമായ യാത്രകളിൽ അവർ എന്തിനാണ് പ്രിഫർ ചെയ്യുന്നത്? ദീർഘമായ ലീവുകളിൽ للسفر إلى لماذا؟ لمشاهدة بلاد جديدة ولمقابلة أهلها والاطلاع على حضارتهم وطريقة حياتهم. അവസാനം വളരെ കുറച്ചുകൂടി ഇതായിട്ടില്ല, നമ്മൾ സ്വന്തം ആലോചിച്ച് പറയേണ്ട ഒരു ആൻസറാണ്. لماذا يحب الناس الإجازات؟
എന്തിനാണ് ജനങ്ങള് ലീവ് ഇഷ്ടപ്പെടുന്നത്? ലി ലി റാഹത്തി ലഖൂത്ത് ലി തഖ്ലുസ് മിൻ ലഖൂത്താത്തിൽ ഹയാത്ത്. അത് പറയാം. ലേ തഖല്ലുസ് മിൻ ലഗൂതാത്തിൽ ഹയാത്ത് എന്ന് പറയാം. അല്ലെങ്കിൽ റാഹ അല്ലേ, ലിസ്തിറാഹ ലഅൻ യസ്തരിഹു മിൻ തഅബിൽ ഹയാത്ത്, ജീവിതത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തഖല്ലുസ് മിൻ തഅബിൽ ഹയാത്ത്, ലിത്തഖല്ലുസി, എല്ലാം കുറെ ആൻസർ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്തൊക്കെയാ പറഞ്ഞ ലിത്തഖല്ലുസി മിൻ ലഗൂതാത്തിൽ ഹയാത്ത്, അത് തൊട്ട് മുമ്പത്തെ പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുകയാണെങ്കിൽ ലിൽ ഇസ്തിറാഹ എന്ന് പറഞ്ഞ ആൻസർ ആണ്. അല്ലെങ്കിൽ ലി യതഖല്ലസു അല്ലെങ്കിൽ ലിത്തഖല്ലുസി മിൻ തഅബിൽ ഹയാത്ത്. ഓക്കെ ഓക്കെ ഇതൻ നഹ്നു നന്തഖിലു ഇലാ തംറീൻ സാനി. ഒരു തംറീനകത്ത് കഴിഞ്ഞുള്ളൂ. ഇനി തംറീൻ 3, 2, 3, 4 ജസ്റ്റ് ഞാൻ വായിക്കാൻ, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളത് ചെയ്തിട്ട് വരണം, സ്വന്തമായിട്ട് ചെയ്തിട്ട് വരണം. أسئلة على النفس. مثال اسألني إذا كان التلاميذ يقضون أيام الدراسة في تعب. എന്താ ചോദ്യം? اسألني, എന്നോട് ചോദിക്കണം. إذا كان التلاميذ يقضون أيام الدراسة في تعب. വിദ്യാർത്ഥികൾ അവരുടെ പഠന സമയം, അവരുടെ അക്കാഡമിക് ഡേയ്സ് വളരെ ക്ഷീണത്തോടെ കഷ്ടപ്പാടോടുകൂടി ചെലവഴിക്കുന്നവരാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഹൽ യഖ്ലു തലാമീദ അയ്യാമ ദിറാസ ഫി തഅബിൻ. അവർ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടാണോ അവരുടെ പഠന ദിവസങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ? അപ്പൊ ഹല്ല് വെച്ചിട്ട് ചോദിക്കും. അതേപോലെ കൈഫ വെച്ചിട്ട് എങ്ങനെ ചോദിക്കാം? കൈഫ യഖ്ലു തലാമീദ അയ്യാമ ദിറാസ, അവരെങ്ങനെയാണ് ചെലവഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ആൻസർ പറഞ്ഞതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അലൈന നബ്നി വനക്തുബ് അൽ അസ്ഇല. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഇതൊക്കെയാണ് തലാമീദ യഖ്ലൂന അയ്യാമ ദിറാസ ഫി തഅബ്, ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തത് എന്താ? അൻ തുറഖി, അവിടെ ഡാഷ് ഇട്ടതിന്റെ അർത്ഥം ഇസ്അൽനി എന്നാണ് കേട്ടോ. എന്നോട് ചോദിക്കാം, എന്നോട് ചോദിക്കണം. എന്താ ചോദിക്കണ്ടേ? അൻ തുറഖി ഇസ്തിറാഹത്ത് തലാമീദി മിൻ തഅബിൽ ഉസ്ബു. ഒരാഴ്ചത്തെ കഷ്ടപ്പാടിൽ നിന്ന് വിദ്യാർത്ഥികള് പിന്നെ അതിന്റെ റിഫ്രഷ്മെന്റ്, അതിന്റെ ഇസ്തിറാഹത്ത് എടുക്കുന്ന വഴികൾ, വ്യത്യസ്തമായ വഴികളുണ്ട്, അതിനെ കുറിച്ച് എന്നോട് ചോദിക്കണം. അപ്പൊ എന്തൊക്കെ ചോദിക്കേണ്ടത്? കൈഫ വെച്ചിട്ട് ചോദിക്കണം, മാ എന്ന് വെച്ചിട്ട് ചോദിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ പിന്നെ അത് എഴുതി വെക്കുക. ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, അത് എഴുതിയെടുക്കാം. കൈഫ വെച്ചിട്ട് ചോദിക്കണം. കൈഫ മാ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് പറയാം, മാഹിയ അർക്കാനു അസ്സലാത്ത്, മാഹിയ അൽ വാജിബാത്ത്, അല്ലെങ്കിൽ മാഹിയ ഷുറൂത്ത് അസ്സലാത്ത്, അങ്ങനെയൊക്കെ ചോദിക്കൂലേ, അതുപോലെ. മൂന്നാമത്തെ ചോദ്യം അൻ തുർക്കി മുമാർസത്ത് തലാമീദി ലിൽ ഹിവായാത്തി ഫിൽ ഇജാസ അൽ ഉസ്ബുഇയ്യ. അവരുടെ വീക്ക്ലി ലീവുകളിൽ അവരുടെ ഹോബീസ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അതിന്റെ വ്യത്യസ്ത രീതികളെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. അറാബി നാലാമത്തത് ഇദകാന ബഅദു തലാമീദ് യഖ്റുജൂന ഫി റഹ്ലത്തി മഅൽ മുദർരിസ. അവരുടെ അധ്യാപികയുടെ, ടീച്ചറിന്റെ കൂടെ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ പോവുകയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. മഅമൻ എന്ന് ചോദിക്കണം, മാദ. 2 ചോദ്യം അവിടെ ചോദിക്കണം. എന്താണ്, ആരുടെ കൂടെ. അപ്പൊ ഈ ചോദ്യം ക്രിയേറ്റ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് സെന്റൻസിൽ തെറ്റി പരമാവധി മിസ്റ്റേക്ക് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അടുത്തത് അസ്സബബ് ഫി അന്ന ബഅദ الناس يفضلون السفر في الاجازات الطويله. اسالني عن السبب. എന്നോട് കാരണം ചോദിക്കണം. ചില ആളുകൾ എന്തുകൊണ്ടാണ് ദീർഘമായ ലീവുകളിൽ യാത്രയെ പ്രിഫർ ചെയ്യുന്നത് എന്നതിന്റെ കാരണം എന്നോട് ചോദിക്കണം. ലിമാദ ചോദിക്കണം, മാദ ചോദിക്കണം, മത്ത ചോദിക്കണം. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് തംറീൻ സാലിസ്. തകല്ലം മുസ്തഈന ബിസ്സൂരി വൽ കലിമാത്തി കമാ ഫിൽ അംസില. ഈ പിക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു പിക്ചറുകളുണ്ട് അല്ലെ. ഇവിടെ എന്തൊക്കെയാണ് പിക്ചറിലുള്ളത്? അത്തലാമീദ് യദ്ഹബൂന ഇലാ മദാരിസിൻ ഫി സഅദത്തിൻ കുല്ല യൗം. എല്ലാ ദിവസവും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് സന്തോഷത്തോടു കൂടി പോകുന്നു. മറ്റൊന്ന് അൽ ഇമാം യുഅദ്ദി സലാത്തു ഫി ഖുശൂഇൻ ളുഹ്റൽ ജുമുഅ. വെള്ളിയാഴ്ച ഉച്ചക്ക് വളരെ ഭക്തിയോടുകൂടി ഇമാം നിസ്കരിക്കുന്നു. മൂന്നാമത്തെ പിക്ചറിൽ എന്താ? അഹ്മദ് യുജീബു അനിൽ അസ്ഇല ഫി സുർഅത്തിൻ ഹാദൽ യൗം. അഹ്മദ് ചോദ്യങ്ങൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം നൽകുന്നു. ഫി സുർഅ, ഫി സുർഅ എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ്, വേഗതയിൽ. അടുത്തത് സൈനബ് തക്തുബു ഖിതാബഹ ഫി ഹുദൂഇൻ ഹാദ സബാ. സൈനബ് അവളുടെ ലെറ്റർ എഴുതാണ്. ഖിതാബ് എന്ന് പറഞ്ഞാൽ ലെറ്ററിനും ഖിതാബ് എന്ന് പറയാം. ഫി ഹുദൂഇൻ, ഹുദൂ എന്ന് പറഞ്ഞാൽ
എന്താണ് കാം ആൻഡ് ക്വയറ്റ് എന്ന് പറയും, ശാന്തമായിട്ട്. ഹാദ സബാ, ഈ രാവിലെ. നെക്സ്റ്റ് പിക്ചറിൽ കുറെ നേഴ്സുമാരെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ നേഴ്സസ് എല്ലാ ദിവസവും അവരുടെ ജോലി വളരെ എന്താ പറയാ ഉന്മേഷത്തോടു കൂടി ആരംഭിക്കുന്നു. അടുത്ത പിക്ചറിലോ അത്വാലിബാനി യുമാരിസാനി റിയാദ്, രണ്ട് വിദ്യാർത്ഥികളെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? യുമാരിസാനി റിയാദത്തഹും, അവരുടെ എക്സസൈസ് ചെയ്യാണ്. സിൻഡിലാമിൻ, സിൻഡിലാം എന്ന് പറഞ്ഞാൽ വളരെ വ്യവസ്ഥാപിതമായിട്ട്, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്. കുല്ല മസാഇൻ, എവ്രി ഈവനിങ്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഓരോ പിക്ചറിൽ എന്താന്നുള്ളത് ചോദിക്കുകയാണ്. എന്നിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് അതിന്റെ ആൻസറും പിന്നെ ക്വസ്റ്റ്യനും പിന്നെ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആൻസർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. കൈഫ യദ്ഹബു യദ്ഹബു തലാമീദ് ഫീ സഅദ അലാ യദ്ഹബു തലാം, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചോദിക്കുക. വേറെ വേറെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ അതിന്റെ ആൻസർ ഉണ്ടാക്കുക. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചറുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ പിക്ചറിലും പുതിയ ഒരു ചോദ്യവും പുതിയൊരു ഉത്തരവും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ആൻസർ എഴുതണം. ഓക്കെ. നാലാമത്തത് ഇർബിത് ബൈനൽ ജുമലില്ലാത്ത മുസ്തഖ്ദിമൻ ഇൻദമ. ഇൻദമ എന്നുള്ള ഒരു കൺസെപ്ഷൻ ആണ്, ഒരു കണക്റ്റിംഗ് വേർഡ് ആണ്. അത് വെച്ചിട്ട് രണ്ട് സെന്റൻസുകൾ കണക്ട് ചെയ്യാനാണ്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യഊദു തലാമീദ് ഇലാ ബുയൂതിഹിം യജ്തഹിദു തലാമീദ് ഫി അദാഇൽ വാജിബ്. വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങുന്നു, ഒന്നാമത്തെ സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസോ യജ്തഹിദു തലാമീദ് ഫി അദാഇൽ വാജിബ്. വിദ്യാർത്ഥികൾ അവരുടെ വാജിബ് എന്താ പറയാ ഹോംവർക്ക് ചെയ്യാൻ പരിശ്രമിക്കുന്നു. അപ്പൊ അത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ഒറ്റ സെന്റൻസ് ആക്കിയിട്ട് എഴുതണം. എന്താ പറഞ്ഞ ഇൻദമാ യഊദു തലാമീദു ഇലാ ബുയൂതിഹിം യജ്തഹിദൂന ഫി അദാഇൽ വാജിബ്. എന്താ പറഞ്ഞ അവർ വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ അവരുടെ ഹോംവർക്കുകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു. while the students are returning to their home, they are trying to do their homework. Okay. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം ചില കണക്ഷൻ. തദ്ഹബുൽ ആമിലാത്തു ഇലാ മസ്നഇഹിന്ന, തൊഴിലാളികൾ ജോലിക്കാരെ അവരുടെ ഫാക്ടറികളിലേക്ക് പോകുന്നു. തഷ്തരിക്കുൽ ആമിലാത്തു ഫി അമലിൽ മലാബിസ്. പിന്നെ ഈ തൊഴിലാളികള് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. തൊഴിലാളികൾ എന്താണ് വസ്ത്രം ഉണ്ടാക്കുന്ന ജോലികളിൽ പങ്കെടുക്കുന്നു. അപ്പൊ എന്തമ്മ വെച്ചിട്ട് അതും എഴുതാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, അപ്പൊ നിങ്ങൾ പറഞ്ഞു മതി. എസ്ലിൽ കശാഫൂന ഇലാ മഅസ്കരിഹിം. കശാഫൂന എന്ന് പറഞ്ഞാല് സൈനികരിൽ മുന്നിൽ പോകുന്ന ആളുകളാണ്, പയനിയേഴ്സ് ആയിട്ടുള്ള. അവര് അവരുടെ മഅസ്കർ എന്ന് പറഞ്ഞാല് പട്ടാള ക്യാമ്പിലേക്ക് എത്തുന്നു. എൻഷുത്തുൽ കശാഫൂന ഫീ ഇഖാമത്തിൽ ഖയാം. കശാഫൂന മുമ്പിൽ പോകുന്ന പട്ടാളക്കാർക്ക് കശാഫ് എന്ന് പറയാം. അവര് ടെന്റുകൾ കെട്ടുന്നു. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യണം എന്തമ്മ വെച്ചിട്ട്. തർജുൽ ഉമ്മഹാത്തിലെ ബുയൂത്തിന, ഉമ്മമാരൊക്കെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. തബദുൽ ഉമ്മഹാത്ത് ഫി ഇഅദാദിത്താ, ഉമ്മമാരൊക്കെ ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ രണ്ട് സെന്റൻസ് കണക്ട് ചെയ്ത് ഒറ്റ സെന്റൻസ് പറയുന്ന അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ്. ഇതിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഹബിൽ ജുമലല്ലാത്തി കമാ ഫി മിസാൽ. ഈ സെന്റൻസ് റീറൈറ്റ് ചെയ്യുക, അതിനെ ചേഞ്ച് ചെയ്യാനാണ്. ആദ്യം ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. യസ്ഹബു ബഅദു തലാമീദ് ഉസ്റതഹു ലിസിയാറത്തുൽ അഖാരിബ്. ചില വിദ്യാർത്ഥികൾ അവരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്നു. എന്തിനാ? ലിസിയാറത്തുൽ അഖാരിബ്, ഫാമിലിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി, റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. അത് നേരെ ഒന്ന് മാറ്റി പിടിച്ചു. മിന തലാമീദി മൻ യസ്ഹബു ഉസ്റതഹു ലിസിയാറത്തുൽ അഖാരിബ് എന്നാക്കി. അതുപോലെ ബാക്കിയുള്ളതും ചെയ്യണം. മിന തലാമീദ് എന്നൊക്കെ പറയുന്ന പോലെ മിന എന്ന് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കും. യുഈനു ബഅദുൽ മുഅല്ലിമീന തലാമീദഹും അലാ തിലാവത്തിൽ ഖുർആൻ. ചില അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളെ ഖുർആൻ പാരായണത്തിന് സഹായിക്കുന്നു. അപ്പൊ എങ്ങനെ ചെയ്യാം? ഒന്ന് ഞാൻ പറയാം. അപ്പൊ മിനൽ മുഅല്ലിമീന മൻ യുഈനു അലാ തലാമീദിഹിം യുഈനു തലാമീദഹും അലാ തിലാവത്തിൽ ഖുർആൻ. അതുപോലെ ചെയ്യണം കേട്ടോ നിങ്ങൾ. തുസാഇദു ബഅദുൽ ബനാത്ത് ഉമ്മഹാതിഹിന്ന ഫി ഇഅദാദിൽ മാഇദ. ചില പെൺകുട്ടികൾ അവരുടെ ഉമ്മമാരെ ഡൈനിങ് ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. തുസാഇദ് വരെ സഹായിക്കുന്നു. ഏതെങ്കിലും വേർഡ്സിന്റെ മീനിങ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. യുർസിലു ബഅദുൽ ആബാഇ ഔലാദഹും ലിദിറാസത്തി തിബ്ബ്. പല അവരുടെ പിതാക്കന്മാർ എന്ത് ചെയ്യുന്നു?
മക്കളെ മെഡിസിൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. യുഅദ്ദു ബഅദുൽ മുദർരിസീന തലാമീദഹും ലിറഹ്ലത്തിൽ ഹയാത്ത്. ചില അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളെ ഒരു എന്താണ് ലൈഫ് ജേണിക്ക് വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കിയെടുക്കുക. ലൈഫ് ജേണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതയാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നു. ഓക്കെ. ഇനി ആറാമത്തത് കവിൻ ജുമലൽ മുസ്തഫീദ മുസ്തഈനൻ ബിൽ കലിമാത്തിൽ ആതിയ കമാ ഫി മിസാൽ. മിസാൽ യുഫല്ലലു അൽ ഹിവായാത്ത് അൽ മുറാസല ഉഫല്ലലു അൽ ഹിവായാത്ത് മിസ്ല അൽ മുറാസല. ഇതുപോലെ സെന്റൻസ് എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് സെന്റൻസ് ആയിട്ട്. യുഹിബ്ബു അൽ ആബ് പുറത്തു സല്ലാം. യുഫല്ലലു നഷാത്ത് സഹാഫ. സഹാഫ എന്ന് പറഞ്ഞാല് ജേർണലിസം. യുഹിബ്ബു അവിടെ അന ഉണ്ട്, ലമീർ കണക്ട് ചെയ്യണ്ടോ, ഹുവ ഉണ്ട്, നഹ്നുണ്ട്, അൻത ഉണ്ട്, ഹിയ ഉണ്ട്. അപ്പൊ ഓരോന്നും കൃത്യമായ ലമീർ വെച്ചിട്ട് സെന്റൻസിന് ആ ലമീർ വരുമ്പോ എന്ത് മാറ്റമാണോ വരുന്നത് ആ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ കറക്റ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ചോദിക്കും, അപ്പൊ നിങ്ങൾ അവർ പറഞ്ഞാൽ മതി. യുഹിബ്ബുൽ ഹിവായാത്ത് യുഫദ്ദിലു ജമാഅത്ത് തദ്ബീർ അൽ മൻസിലി. തദ്ബീർ അൽ മൻസിലി എന്ന് പറഞ്ഞാല് എന്താ പറയാ, വീട്ടിലെ ജോലിക്കാണ് തദ്ബീർ അൽ മൻസിലി എന്ന് പറയുന്നത്. ഹോം മേക്കിംഗ്. ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വീട് ഉണ്ടാക്കുന്നില്ല, വീട്ടിൽ പണിയുന്നു. തംറീൻ സാബിഅ ഉക്തുബ് ഖംസ ഇബാറാത്ത് കസീറ മുസ്തഅമല ലികലിമാത്ത് ഫിൽ ജദ്വലിൽ ആതി. ഈ ബോക്സിലുള്ള വേർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 7 സെന്റൻസ് ഉണ്ടാക്കാനാണ്, അല്ല 5 സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന പോലെ നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾ പരമാവധി എത്ര ചെയ്യുന്നു, ദ മോർ യു ഡു ദ മോർ യു വിൽ ഗെറ്റ്. നിങ്ങൾ എത്ര അധികം ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് കിട്ടും. The less you do, the less you get. നിങ്ങൾ എത്ര കുറച്ച് ചെയ്യുന്നു അത്ര കുറച്ച് നിങ്ങൾക്ക് ലഭിക്കും. അതാണ്. അപ്പൊ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അപ്പോ ശരിക്കും മനസ്സിലാവാത്തത്. ഈ ബോക്സിലുള്ള എന്താ ചെയ്യേണ്ടത്? ബോക്സിൽ വെച്ചിട്ട് ഒരു 5 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം പരസ്പരം. അത് വെച്ചിട്ട് സെന്റൻസ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ, അതൊന്നുമില്ല. യു ഹാവ് തബീബ് യസ്തരിഹ മിൻ തഅബിദ് ദിറാസ. ഇതൊക്കെ അതേപോലെ യു ഹാവ് തൽമീദ് യസ്തരി മിൻ തഅബിൽ ഖിയാദ. യുഹാവിലു അസ്സായിഖു യസ്തരിഹ മിൻ തഅബിദ് തദ്രീസ്. അപ്പൊ ഇതിൽ ഏതാ ഏത് എന്നുള്ളത് കണക്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ചേരുമ്പടി ചേർക്കൂലേ, അതേപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ. തബീബ് ഉണ്ട്, തെൽമീദ് ഉണ്ട്, സായക് ഉണ്ട്, മുസാഫിർ ഉണ്ട്, മുദരിസ് ലായിബ്. ഇവിടെ ഓരോരുത്തരുടെയും പണി എന്താണ്, ആ പണിയുടെ പിന്നെ അതിന്റെ ക്ഷീണം. അപ്പൊ അത് കണക്ട് ചെയ്യാം. സായക് എന്ന് പറയുന്ന ഡ്രൈവർ. മുബാറാത്ത് എന്ന് പറയുന്ന ടൂർണമെന്റ് എന്നാണ്, മാച്ച്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക സ്വന്തമായിട്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ്സുകൾ കിട്ടാത്തുണ്ടാവും. അപ്പൊ കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി വെച്ചതോ മറ്റുണ്ടെങ്കിൽ അത് നോക്കുക. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതിനൊക്കെ നിങ്ങൾ ഗ്രൂപ്പ് ഉപയോഗിക്കുക. നിങ്ങളുടെ പരസ്പരം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുന്ന ഡൗട്ട്സുകൾ ഗ്രൂപ്പിൽ ചോദിക്കുക, അതിനെ ബാക്കിയുള്ളവർ ആൻസർ ചെയ്യുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ടീച്ചേഴ്സ് ആൻസർ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ. اوكي اذا نكتفي بهذا القدر اليوم، وان شاء الله نلتقي بدرس جديد فيما بعد، وشكرا على حضوركم. السلام عليكم ورحمه الله تعالى وبركاته.